എല്ലാവർക്കും കോട്ടയം സിവിൽ സർവീസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യുന്ന ആദ്യത്തെ വാർത്ത എൻഷുവർ ദാറ്റ് നോ മൈഗ്രന്റ് വർക്കേഴ്സ് ഗോ ഹംഗ്രി എന്നുള്ളതാണ്. ഒരു സുപ്രീം കോടതിയുടെ അല്ലെങ്കിൽ ഗവൺമെന്റുകൾക്ക് മുകളിലുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് തന്നെയാണ് ഇത്. ഇപ്പൊ എന്താണ് മൈഗ്രന്റ് വർക്കർ എന്ന് നോക്കാം. തങ്ങളുടേതായിട്ടുള്ള ദേശം വിട്ട് മറ്റു ദേശങ്ങളിൽ ജോലിക്ക് പോവുകയും അവിടെ നിന്ന് ഏണിംഗ് സമ്പാദിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം തൊഴിലാളികളെയാണ് നമ്മൾ മൈഗ്രന്റ് വർക്കേഴ്സ് എന്ന് വിളിക്കുക. ഫോർ എക്സാമ്പിൾ, നമുക്കറിയാം ബംഗാളിൽ നിന്ന് അല്ലെങ്കിൽ അസം പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ എവിടെ വരുന്നുണ്ട്? കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോവുകയും അവിടെ ജോലി ചെയ്യുകയും അവർക്ക് ഒരു സമ്പാദ്യം ഉണ്ടാക്കുകയും ആ സമ്പാദ്യം നാട്ടിലേക്ക് അയക്കുകയും ചെയ്യുന്ന ഒരു രീതി. ആ തരത്തിലുള്ള ഒരു സാഹചര്യമാണ് മൈഗ്രന്റ് വർക്കേഴ്സ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ മൈഗ്രന്റ് വർക്കേഴ്സ് എന്ന വിഭാഗം എന്ന് പറയുന്നത് ഇന്ത്യയുടെ 1/4 പോപ്പുലേഷന്റെ ഭാഗമാണ്. അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷന്റെ 1/4 ഭാഗത്തോളം വരുന്ന ആളുകൾ മൈഗ്രന്റ് വർക്കേഴ്സ് ആണ്. അവരിൽ പലരും അത്ര എഡ്യൂക്കേറ്റഡ് അല്ല. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് നടക്കുന്ന പല ഡെവലപ്മെന്റുകളും അല്ലെങ്കിൽ പോളിസി അപ്ഗ്രഡേഷൻസും അറിയാറില്ല. അത്തരത്തിൽ വരുമ്പോൾ എന്ത് സംഭവിച്ചു? അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ടവർ അറിയാതെ പോയിട്ടുള്ള ഒരു പോളിസി അപ്ഗ്രഡേഷൻ ആണ് വൺ നേഷൻ വൺ റേഷൻ കാർഡ് എന്ന പ്രോജക്ട്. വൺ നേഷൻ ആൻഡ് വൺ റേഷൻ കാർഡ് എന്ന പ്രോജക്ട് നമ്മൾ നേരത്തെ സംസാരിച്ചതാണ്. ഇന്ത്യയിൽ ഉള്ള ഏതൊരു വ്യക്തിക്കും, അതായത് നാഷണൽ ഫുഡ് സേഫ്റ്റി ആക്ട് പ്രകാരം 2013 പ്രകാരമുള്ള ഏതൊരു വിഭാഗം ജനതയ്ക്കും ഏതൊരു റേഷൻ കാർഡ് അല്ലെങ്കിൽ ഫെയർ പ്രൈസ് ഷോപ്പിൽ നിന്നും അവരുടേതായിട്ടുള്ള റേഷൻ വാങ്ങിക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വൺ നേഷൻ വൺ റേഷൻ കാർഡ് എന്ന പ്രോജക്റ്റിലേക്ക് എത്തിച്ചത്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ആധാർ പോലുള്ള ബയോമെട്രിക് ആയിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ കാർഡുകൾ അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡുകളാണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം പലപ്പോഴും അവരെ അറിയാൻ നിർബന്ധമില്ല. മൈഗ്രന്റ് വർക്കേഴ്സിന് അവർക്ക് അറിവുണ്ടാവണമെന്നില്ല. അപ്പോൾ ഇത് ആരുടെ ഡ്യൂട്ടിയാണ് ഇവരെ ഫീഡ് ചെയ്യുക എന്നുള്ളത്? ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ സ്റ്റേറ്റ്. കാരണം ഈ ആഹാരം കൊടുക്കുക അല്ലെങ്കിൽ ഫുഡ് എന്ന് പറയുന്നത് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് എന്ന് പറയുന്ന ആക്ട് തന്നെ ഒരു ബെയർ നെസസിറ്റി അല്ലെങ്കിൽ ഒരു സാമൂഹിക ജീവിതത്തിന്റെ അല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിന്റെ ബെയർ നെസസിറ്റിയുടെ റൂട്ട് ആയിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് എന്ന് പറയുന്നത്. ഇത് എന്തിന്റെ ഭാഗമായിട്ടാണ്? ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് റൈറ്റ് ടു ലൈഫ്. ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗം തന്നെയാണ് ഈ ആഹാരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് എന്ന് പറയുന്നത്. റൈറ്റ് ടു ഫുഡ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് വൺ അമംഗ് ദ ബെയർ നെസസിറ്റീസ് ഓഫ് ലൈഫ് ആൻഡ് ഇറ്റ് ഈസ് ആൻ ഇൻട്രിൻസിക് പാർട്ട് ഓഫ് ദ റൈറ്റ് ടു ലൈഫ് വിത്ത് ഡിഗ്നിറ്റി. അന്തസ്സോടെയുള്ള ജീവിക്കാൻ ഉള്ള അവകാശം നൽകുന്ന ഭരണഘടനയുടെ കീഴിൽ ഒരു റൈറ്റ് ടു ലൈഫ് വിത്ത് ഡിഗ്നിറ്റി ഏതൊരു ഇൻഡിവിജ്വലിനും ക്ലെയിം ചെയ്യേണ്ടുന്ന ഒരു അവകാശം തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു അവകാശത്തിന്റെ ഏറ്റവും ബേസിക് നീഡാണ് ഫുഡ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഫുഡ് സെക്യൂരിറ്റി ഉറപ്പുവരുത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ് എന്നതാണ് സുപ്രീം കോടതിയുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. ഇതിനകത്ത് പ്രധാനപ്പെട്ട ചില ഡയറക്ഷൻസ് ഉണ്ട്, സുപ്രീം കോടതിയുടെ ലക്ഷ്യങ്ങളുണ്ട് ഇതിനകത്ത് നിന്നത്. ഓക്കെ, ഇപ്പൊ ഇതിനകത്ത് there is a large number of migrants who do not possess any card due to their disabilities, due to their poverty and lack of education. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് അല്ലെങ്കിൽ മൈഗ്രന്റ് ലേബേഴ്സിന് ഇത്തരത്തിലുള്ള റേഷൻ കാർഡുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പോവർട്ടി അലീവിയേഷൻ മെഷേഴ്സിന് വേണ്ടുന്ന പ്രിവെന്റീവും കാർഡുകളോ ഒന്നും ലഭ്യമായി എന്ന് വരില്ല. കാരണം ഇറ്റ്സ് ഡ്യൂ ടു ദെയർ ഡിസബിലിറ്റി ഔട്ട് ഓഫ് പോവർട്ടി ആൻഡ് ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസം അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് പലപ്പോഴും അവർക്ക് ഇത്തരത്തിലുള്ള പോവർട്ടി അലീവിയേഷൻ പ്രോജക്റ്റുകളിൽ ഭാഗവാക്കാകാൻ സാധിച്ചിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഒരു റേഷൻ കാർഡ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേറ്റിന് അത്തരത്തിലുള്ള ജനതയുടെ അവകാശങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല എന്നതാണ് സുപ്രീം കോടതി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് ഇവിടെ എടുക്കുന്നത്. പ്രത്യേകിച്ച് ഈ പാൻഡമിക് കാലഘട്ടങ്ങളിൽ ഈ മൈഗ്രന്റ് വർക്കേഴ്സ് ലോസ് ദെയർ ജോബ്. അപ്പോൾ ജോലി ഇല്ലാതെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പലപ്പോഴും ആഹാരം പോലും കിട്ടാതിരിക്കുന്ന അവസ്ഥയിലേക്കാണ് ഈ ഒരു വിഭാഗം ജനത മാറുന്നത്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ദ സ്റ്റേറ്റ് ഷുഡ് നോട്ട് സ്റ്റേ അവേ ഫ്രം പ്രൊവൈഡിങ് സച്ച് welfare programs from this migrant workers. It is the duty of every state to feed every single citizen of their country. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം
ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് ചെയ്യേണ്ട ചില മാനദണ്ഡങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കാരണം എന്താണ്, 38 കോടിയിലധികം വരുന്ന മൈഗ്രന്റ് വർക്കേഴ്സ്, ദേ ആർ പാർട്ട് ഓഫ് എ പ്രോമിനന്റ് പാർട്ട് ഓഫ് ദ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ. അവരും എന്ത് ചെയ്യുന്നത്, അവരുടേതായിട്ടുള്ള ഭാഗം ഈ രാജ്യത്തിന്റെ നിർമ്മാണത്തിൽ, ഈ രാജ്യ നിർമ്മാണത്തിൽ പങ്കുവച്ചിട്ടുണ്ട്. They provided a considerable contribution for the growth of this country. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് കരുതണം. അതുകൊണ്ട് തന്നെ ഇവരുടെ അറിവില്ലായ്മ, അല്ലെങ്കിൽ ഇവർക്ക് വിദ്യാഭ്യാസമില്ലായ്മ കൊണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഈ പ്രൊജക്ടുകളെ കുറിച്ചുള്ള അറിവില്ലാത്തത് കൊണ്ടും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു റേഷൻ കാർഡുകൾ ഇല്ല എന്ന ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടും the state should interfere in the system. The state government, the court ordered that the state government to frame schemes to distribute dry rations to migrant workers by July 31st. സ്റ്റേറ്റുകൾ എന്ത് ചെയ്യണം, ജൂലൈ 31 മുൻപ് ഇത്തരത്തിലുള്ള മൈഗ്രന്റ് ലേബേഴ്സിന്, അല്ലെങ്കിൽ അതിഥി തൊഴിലാളികൾക്ക് അവർക്ക് വേണ്ടുന്ന ആഹാരം റേഷനായിട്ട് നൽകാനുള്ള ഒരു നടപടിക്രമം സ്റ്റേറ്റുകൾ പൂർത്തീകരിച്ചിരിക്കണം. ഇപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഷോർട്ട് ഫോൾ ഉണ്ടെങ്കിൽ the central government should support the states to provide those welfare projects, welfare or initiatives commenced by the states. സംസ്ഥാനങ്ങൾ തുടങ്ങുന്ന ഏതെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ്, വെൽഫെയർ പ്രോഗ്രാംസ് എന്ത് ചെയ്യണം, ഗവൺമെന്റ് അതിനെ സപ്പോർട്ട് ചെയ്യാൻ സെൻട്രൽ ഗവൺമെന്റ് അഡീഷണൽ സപ്ലൈ ഓഫ് ഫുഡ് കൊടുക്കണം. ഇതൊക്കെയാണ് ഒരു സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. The center has to supply whatever additional quantity of food grains a state demanded. The allocation of additional food grains and running a community kitchen in prominent places to feed workers should continue throughout the pandemic, the court directed. അതായത് 2-3 കാര്യങ്ങളാണ് ഇവിടെ ഒന്നുകൂടെ നമുക്ക് പറയാം. ഒന്ന്, നമുക്കറിയാം ഏകദേശം 1/4 ഭാഗം അല്ലെങ്കിൽ രാജ്യത്തിന്റെ പോപ്പുലേഷന്റെ 1/4 ആളുകൾ എന്താണ്, ഈ മൈഗ്രന്റ് വർക്കേഴ്സ് ആണ്. അവരും എന്ത് ചെയ്ത്, they contributed considerably for the building or construction of this country. അതുകൊണ്ട് തന്നെ എന്താണ്, അവരെ ഒഴിവാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, our responsibility to feed migrant workers. കാരണം പലപ്പോഴും എന്താണ്, ഇവർക്ക് വൺ നേഷൻ വൺ റേഷൻ കാർഡ് പോലുള്ള ഇനിഷ്യേറ്റീവ്സിനെ കുറിച്ചിട്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വെൽഫെയർ പ്രോജക്റ്റുകളെ കുറിച്ചിട്ടോ അത്ര കണ്ട അറിവുണ്ടാവണം എന്ന് നിർബന്ധമില്ല, ബിക്കോസ് ഓഫ് ദെയർ ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ. അപ്പോൾ എന്ത് ചെയ്യണം, ഈവൻ ദോ അങ്ങനെ ഒരു കാർഡില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റിന് അവരുടെ അവകാശത്തിനെ കണ്ടില്ല എന്ന് നടിക്കാനാവില്ല. കാരണം എന്താണ്, റൈറ്റ് ടു ഫുഡ്, ഇറ്റ് ഈസ് ദ ഇൻട്രിൻസിക് പാർട്ട് ഓഫ് റൈറ്റ് ടു ലൈഫ് വിത്ത് ഡിഗ്നിറ്റി. അല്ലെങ്കിൽ ഭരണഘടന ഉറപ്പ് നൽകുന്ന അന്തസ്സുള്ള ഒരു ജീവിതം ഭരണഘടന ഒരു പൗരനും ഉറപ്പ് നൽകുന്നുണ്ട്. ഓരോ പൗരനും ഉറപ്പ് നൽകുന്ന അന്തസ്സുള്ള ജീവിതം നൽകാൻ ബാധ്യസ്ഥമാണ് ഓരോ സംസ്ഥാന അല്ലെങ്കിൽ ഓരോ ഗവൺമെന്റുകളും എന്ന് പറയുന്നത്. അതിനു വേണ്ടുന്ന നടപടിക്രമങ്ങൾ, ഒന്ന് എന്ത് ചെയ്യണം, ജൂലൈ 31 മുൻപ് എല്ലാ മൈഗ്രന്റ് ലേബേഴ്സിനും റേഷൻ നൽകാനുള്ള ഒരു നടപടി സംസ്ഥാന ഗവൺമെന്റുകൾ സ്വീകരിക്കണം. 2, ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഷോർട്ട് ഫോൾസ് ഉണ്ടെങ്കിൽ അഡീഷണൽ സപ്ലൈ ആര് നൽകണം, സെൻട്രൽ ഗവൺമെന്റ് നൽകണം. 3, ഏതെങ്കിലും തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റി കിച്ചൺസ് ഉണ്ടെങ്കിൽ ഈ പാൻഡമിക് തീരുന്നിടം വരെയുള്ള കാലഘട്ടങ്ങളിൽ കമ്മ്യൂണിറ്റി കിച്ചൺസ് 2 ദിവസം 2 നേരത്തെ ആഹാരം നൽകാൻ സംസ്ഥാന ഗവൺമെന്റ് നടപടികൾ ഉണ്ടാക്കണം. റൈറ്റ് ടു ഫുഡ്. വൈ? റൈറ്റ് ടു ഫുഡ് ഈസ് ദ വൺ ഓഫ് ദ ബെയർ നെസസിറ്റീസ് ഓഫ് ലൈഫ്. ജീവിതത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളിൽ ഒന്നാണ് ആഹാരം എന്ന് പറയുന്നത്. ആ ആഹാരമാണ്, അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ആഹാരമാണ് ഒരു വ്യക്തിയുടെ അന്തസ്സുള്ള ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. It ordered all the states to fully implement the one nation, one ration card scheme by July 31st. ജൂലൈ 31 മുൻപ് എല്ലാ സംസ്ഥാനങ്ങളും എന്ത് ചെയ്യണം, അവരുടെ വൺ നേഷൻ വൺ റേഷൻ കാർഡ് എന്ന ഇനിഷ്യേറ്റീവ് ഫുൾഫില്ല് ചെയ്തിരിക്കണം. ഈ 4 കാര്യങ്ങളാണ് സെൻട്രൽ ഗവൺമെന്റ് ഈ തരത്തിൽ സുപ്രീം കോടതി ഗവൺമെന്റുകളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങൾ. The scheme allows what is national one nation one ration card. The scheme will allow migrant laborers to cover under National Food Security Act to access food at any fair price shop with his or her ration card in any part of the country. രാജ്യത്തിന്റെ ഏത് ഭാഗത്തു നിന്നും അവർക്ക് വേണ്ടുന്ന റേഷൻ വാങ്ങിക്കുവാനുള്ള അവകാശം ഒരു മൈഗ്രന്റ് ലേബറിനോ ഏതൊരു വ്യക്തിക്കോ
ലഭ്യമാകുന്നു എന്നുള്ളതാണ് വൺ നേഷൻ വൺ റേഷൻ കാർഡിന്റെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. സോ ദ സ്റ്റേറ്റ് ഷുഡ് ആക്ട് അപ്പോൺ ദ അഡ്വൈസ് ഓഫ് ദി സുപ്രീം കോർട്ട് ഇൻസ്ട്രക്ഷൻസ് അറ്റ് ദ ഏർലിയസ്റ്റ് ഓർ ബിഫോർ 31st of July. അടുത്തത് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഫ്ലൈയിങ് ടെറർ എന്ന ഒരു എഡിറ്റോറിയൽ പേജ്. എന്താണ് ഫ്ലൈയിങ് ടെറർ? നമുക്ക് കഴിഞ്ഞ ദിവസം കണ്ടു, ഇന്ത്യൻ എയർഫോഴ്സിന്റെ ബേസിൽ ഇൻ ജമ്മു ആൻഡ് കാശ്മീർ ഒരു എയർ അറ്റാക്ക് നടന്നു. ഏതെങ്കിലും തരത്തിലുള്ള മറ്റൊരു ഒരു മാൻലി ഡിവൈസ് കൊണ്ടുള്ള ഒരു അറ്റാക്ക് അല്ലായിരുന്നു. പകരം എന്താണ്, ഒരു അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ, ദാറ്റ് മീൻസ് ഒരു ഡ്രോണിന്റെ സഹായത്തോട് കൂടിയിട്ടുള്ള ഒരു അറ്റാക്ക് ആയിരുന്നു. അപ്പോൾ ഡ്രോൺ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എൻ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ, UAV എന്ന് വിളിക്കാം അതിനെ. ഇപ്പൊ UAVയുടെ പ്രോബ്ലം എന്താണ്? ഒന്നാമത്തെ പ്രധാന ഇഷ്യൂ എന്ന് പറയുന്നത്, നമ്മളുടെ ആളുകൾ എവിടെയാണ് നമുക്കറിയത്തില്ല, ഇതിന്റെ കൺട്രോൾ എവിടെയാണെന്ന് അറിയത്തില്ല. ഓപ്പറേറ്റർ വിൽ ബി അണ്ടർ റഡാർ, will not be under the surveillance of radar. അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഈ ഒരു വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജികൾ പലപ്പോഴും എന്താണ് അപകടം ഉണ്ടാക്കാറുണ്ട്. ഇപ്പം നമുക്കറിയാം, റീസെന്റ് ഒരു എക്സ്പ്ലോസീവ് ഡിവൈസ് were carried by a drone and dropped in airbase of Jammu and Kashmir. ഇത്തരത്തിലുള്ള അപകടങ്ങൾ അല്ലെങ്കിൽ ആക്രമണങ്ങൾ ആദ്യമല്ല നമ്മുടെ രാജ്യത്തുള്ളത്. The use of drones to attack an Indian Air Force base in Jammu on June 27 brought to a for a troubling though not unanticipated. പലപ്പോഴും എന്താണ്, പുതിയ തരത്തിലുള്ള ഒരു വാർഫെയറുകൾ പല രീതികളിലും പല ഏജൻസികളും പല തീവ്രവാദ സംഘടനകളും ചെയ്യാറുണ്ട്. ഇത്തരത്തിലുള്ള ഡ്രോണുകളുടെ ഉപയോഗം ആദ്യമല്ല നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ആദ്യമായിട്ടുള്ളതല്ല. In 2018, Syrian rebels used homemade drones to attack Russian military bases in Syria. Later the same year, Venezuelan President Nicolas Maduro had a narrow escape after a drone flying towards him exploded a short distance away. In 2019, Houthi rebels claimed responsibility for bombing Saudi oil installations using drones. ഇത്തരത്തിൽ ആദ്യമല്ല ഒരു അൺമാൻഡ് ഏരിയൽ വെഹിക്കിളിന്റെ അല്ലെങ്കിൽ UAVയുടെ സഹായത്തോടു കൂടി നടത്തുന്ന ഒരു യുദ്ധം എന്ന് പറയുന്നത് ആദ്യമല്ല. പകരം എന്താണ്, 2018 മുതൽ അല്ലെങ്കിൽ 2013 2018 ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ഡ്രോൺ ഉപയോഗിച്ച് അറ്റാക്കുകൾ നടത്തുന്നത്. ഇത്തരത്തിലുള്ള അപകടം അല്ലെങ്കിൽ വളരെയധികം പ്രതീക്ഷിക്കുന്നതാണ്. എന്നാൽ ഇതിനെ എങ്ങനെയാണ് കോമ്പാറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിനു മുൻപ് കൺസേൺസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമത്തെ കൺസേൺ ആയിട്ട് പറയാം, ടെക്നോളജി ബാക്ക്ഡ് ടെററിസം. ടെക്നോളജി എന്തൊക്കെയാണ് ടെക്നോളജീസ് ഉപയോഗിക്കാൻ പറ്റുക? നമ്മൾ അറിയാം, പലപ്പോഴും റോബോട്ടിക് ആയിട്ടുള്ള റോബോട്ടിക് പേഴ്സണൽസും നമ്മൾ പലപ്പോഴും യുദ്ധത്തിന് ഉപയോഗിക്കാറുണ്ട്. UAV ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള മനുഷ്യരുടെ സാന്നിധ്യമില്ലാത്ത യുദ്ധതന്ത്രങ്ങൾ അല്ലെങ്കിൽ യുദ്ധ ഡിവൈസുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നം, ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഈ ടെക്നോളജി എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഒരു ഗവൺമെന്റിന് മാത്രമേ അല്ലെങ്കിൽ ഗവൺമെന്റുകൾക്ക് മാത്രം കൈവശമുള്ള ഒന്നല്ല. പകരം എന്താണ്, മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകൾക്കും അവൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം തന്നെയാണ് ടെക്നോളജി എന്ന് പറയുന്നത്. ഇറ്റ് വിൽ റെഡ്യൂസ് ദ കോസ്റ്റ് ആൻഡ് റിസ്ക് ഓഫ് ഐഡന്റിഫിക്കേഷൻ ടെററിസ്റ്റ്. ഇതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും എന്താണ്, ഐഡന്റിഫിക്കേഷൻ വളരെയധികം ബുദ്ധിമുട്ടായി മാറുന്നുണ്ട്. ഇത് ഏത് ടെറർ ഗ്രൂപ്പാണ് അല്ലെങ്കിൽ ഏത് വ്യക്തിയാണ് ഇതിലേക്ക് അറ്റാക്കിന് കാരണക്കാരായിട്ടുള്ളത് എന്നുള്ളത് വളരെ കണ്ടുപിടിക്കുവാൻ വളരെയധികം ബുദ്ധിമുട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രോബ്ലം ആയിട്ട് പറയുന്നത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിട്ട് പറയുന്നത് റിഡൻഡൻസി ഓഫ് അവൈലബിൾ ടൂൾസ് ടു കൗണ്ടർ ഡ്രോൺ. അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൂളുകൾ, അതായത് ഇവയെ കണ്ടെത്തുവാനും ഇവയെ തിരഞ്ഞു പിടിക്കുവാനും നശിപ്പിക്കുവാനുമുള്ള സാധ്യത വളരെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വളരെ കുറവാണ്. കാരണം എന്താണ്, ഡ്രോൺസ് ഫ്ലൈ വെരി ലോ. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഡിഫിക്കൾട്ട് to detect them using radar. റഡാർ പോലുള്ള റഡാറിൽ നിന്നും കിട്ടാത്ത രീതിയിലുള്ള ഏറ്റവും താഴ്ന്ന നിലയിലാണ് ഈ തരത്തിലുള്ള ഡ്രോണുകൾ പറക്കാറ്.
അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനൊരു സ്റ്റെൽത്ത് ഫെസിലിറ്റി കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, റഡാറിൽ കിട്ടാത്തതുകൊണ്ട് ഇതിനെ കൗണ്ടർ ചെയ്യാനുള്ള ഒരു സാഹചര്യം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇതുകൊണ്ടാക്കുന്ന ഡിസാസ്റ്റർ വളരെ വലിയ, കമ്പാരിറ്റീവ്ലി വളരെ കൂടിയ അപകടം ഉണ്ടാക്കുവാനും ഇവയ്ക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രോബ്ലം ആയിട്ട് പറയുന്നത്. 3 ഈസി അക്സസിബിലിറ്റി എന്നാണ്. എന്താണ്, ആർക്ക് വേണമെങ്കിലും എന്താണ് വളരെ ചെറിയ വിലയിൽ ഈസി ആയിട്ട് കിട്ടുന്ന ഒന്നാണ് ഇപ്പോൾ ഡ്രോൺ എന്ന് പറയുന്നത്. അതായത് പ്രത്യേകിച്ച് ലീഗൽ ഫോർമാലിറ്റീസ് ഒന്നുമില്ലാതെ തന്നെ ഏറ്റവും കുറഞ്ഞ വിലയിൽ മാർക്കറ്റിൽ നിന്ന് ഈസി ആയിട്ട് അവൈൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ഇത്തരത്തിലുള്ള ഡ്രോണുകൾ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ചീഫ് അഫോർഡബിൾ വേസ് പലപ്പോഴും എന്താണ്, സെക്യൂരിറ്റി ഏജൻസീസിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ഏറ്റവും സേഫസ്റ്റ് വേ ആയിട്ട് മാറാറും ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രോബ്ലം ആയിട്ട് പറയുന്നത്. അടുത്തത്, there is no such comprehensive regulation to counter drones. അത്തരത്തിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള പോളിസി അല്ലെങ്കിൽ കോംപ്രഹെൻസീവ് റെഗുലേഷൻ നമുക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ദ വാസനർ അറേഞ്ച്മെന്റ് നമുക്ക് നോക്കാം. വാസനർ അറേഞ്ച്മെന്റ് എയിംസ് ടു പ്രൊമോട്ട് ട്രാൻസ്പെറൻസി ആൻഡ് ഗ്രേറ്റർ റെസ്പോൺസിബിലിറ്റി ഇൻ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജീസ്. അതായത് പക്ഷെ എന്താണ്, ഇതിനൊരു മറ്റൊരു വശം കൂടിയും ഉണ്ട്. പലപ്പോഴും എന്താണ്, തീവ്രവാദികൾക്ക് അല്ലെങ്കിൽ ടെററിസ്റ്റുകൾക്ക് ഇത്തരത്തിലുള്ള ടെക്നോളജി കിട്ടാതിരിക്കാൻ വേണ്ടിയുള്ള ചില സാധ്യതകൾ അല്ലെങ്കിൽ കിട്ടാതിരിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷെ ഈവൻ ദോ പലപ്പോഴും എന്താണ്, ഇത്തരത്തിൽ പല രാജ്യങ്ങളും പല സ്റ്റേറ്റുകളും അവർക്ക് ഇത്തരത്തിലുള്ള ടെക്നോളജി ട്രാൻസ്ഫറുകൾ കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ എന്താണ്, ഒന്ന്, ഇത്തരത്തിലുള്ള ഒരു ടൈറ്റ് മെഷേഴ്സ് എന്തിനു വേണ്ടിയിട്ടുള്ള ഈ ഡ്രോണുകൾ വാങ്ങിക്കുവാനും ഉപയോഗിക്കുവാനുമുള്ള നിയമം അല്ലെങ്കിൽ സാഹചര്യം വളരെ ടൈറ്റ് ആക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 2, അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഡിവൈസുകൾ എന്താണ് പലപ്പോഴും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡിവൈസുകളെ കൺട്രോൾ ചെയ്യാനുള്ള പുതിയ ടെക്നോളജീസ് കണ്ടെത്തുകയും അതിന് കൃത്യമായിട്ടുള്ള ഒരു റെഗുലേഷൻ കൊണ്ടുവരികയും ചെയ്യും. നമുക്കറിയാം, നമ്മുടെ വാസനർ അറേഞ്ച്മെന്റ് നമുക്കറിയാം, വിച്ച് ഈസ് എന്താണ്, മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജീം പോലുള്ള ഏറ്റവും ടോപ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ, വളരെ ശക്തമായിട്ടുള്ള ഒരു നിയമനിർമ്മാണങ്ങളും സാഹചര്യങ്ങളും ഇവിടെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഇപ്പൊ നമ്മളുടെ UAVസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ചില അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള രാജ്യങ്ങളുടെ അല്ലെങ്കിൽ മറ്റ് തീവ്രവാദ സംഘടനകളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തീവ്രവാദ സംഘടനകളുടെ കയ്യിൽ ലഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇതിന്റെ സപ്ലൈ എന്ന് പറയുന്നത് അണ്ടർ ദ സർവൈലൻസ് ഓഫ് ടൈറ്റ് റെജിം, ടൈറ്റ് പോളിസീസ്, ടൈറ്റ് റൂൾസ് എന്ന രീതിയിലേക്ക് കൊണ്ടുവരിക എന്നത് മാത്രമാണ് ഇവിടെ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. സോ ദാറ്റ് ഇന്ത്യ ഓൾസോ ഹാവ് an active role to play. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഇന്ത്യയും കൂടുതൽ ഇതിന് വേണ്ടുന്ന ഇനിഷ്യേറ്റീവ് എടുക്കണം. ഇന്ത്യ ഇത്തരത്തിലുള്ള ഈ പ്രോബ്ലംസ് ഇന്റർനാഷണൽ ഫോറംസിൽ ശക്തമായിട്ട് ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുവരാൻ ഇന്ത്യ തന്നെ തയ്യാറാവണം എന്നതൊക്കെയാണ് ഈ ആർട്ടിക്കിൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അടുത്ത്, കൺസിഡർ ദി ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ്. The One Nation, One Ration Card scheme is aimed at enabling migrant workers and their family members to buy subsidized ration from any fair price shop anywhere in the country under the National Food Security Act 2013. അതായത് ഒരു വൺ നേഷൻ വൺ റേഷൻ കാർഡ് സ്കീം എന്തിനോടാണ് ലക്ഷ്യമിക്കുന്നത്? ഏതൊരു മൈഗ്രന്റ് ലേബറിനും അവരുടെ ഫാമിലിക്കും എന്ത് ചെയ്യാം, രാജ്യത്തെ ഏതൊരു ഫെയർ പ്രൈസ് ഷോപ്പിൽ നിന്നും അവരുടെ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013 പ്രകാരമുള്ള അവർക്ക് അവകാശമുള്ള ഏതൊരു പ്രൊഡക്റ്റും അല്ലെങ്കിൽ ഏതൊരു ഫുഡ് ഗ്രെയിൻസും വാങ്ങിക്കുവാനുള്ള അവകാശമാണ് വൺ നേഷൻ വൺ റേഷൻ കാർഡ്. Implementation of One Nation, One Ration Card is a precondition for additional borrowing by states. Non-NFSA ration card holders are also covered under One Nation, One Ration Card. ഇതിൽ ഏതൊക്കെയാണ് പോയിന്റ് നോക്കാം. എന്നാൽ വൺ നേഷൻ വൺ റേഷൻ കാർഡ് എന്താണെന്ന് നോക്കാം. It allows all beneficiaries under the National Food Security Act 2013 എല്ലാവരെയും അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. Particularly migrant beneficiaries to claim either full or part food grains from any fair price shop in the country through existing ration card.
The system also allows their family members back home, if any, to claim the balanced food grains on the same ration card. അതായത് ഇപ്പം 15 കിലോ അരിയാണ് ഒരു റേഷൻ കാർഡിൽ ഉള്ളത് എന്ന് വിചാരിക്കാം. ഒരു ഫാമിലിയിൽ 4 പേരുണ്ട്. ഫാമിലിയിൽ 4 പേരിൽ ഒരാൾ എന്ത് ചെയ്തു, കേരളത്തിൽ ജോലിക്ക് വന്നു, ഒരാൾ മണിപ്പൂരിൽ തന്നെ, ബാക്കി 3 പേര് എന്താണ് മണിപ്പൂർ അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാളിൽ താമസിക്കുന്നു, ഒരാൾ കേരളത്തിലാണ്. അപ്പൊ ഇവർക്ക് മാസം 15 കിലോ അരിയാണ് ലഭിക്കുന്നതെങ്കിൽ കേരളത്തിലുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാം, അയാൾക്ക് ആവശ്യമുള്ള 5 കിലോ അരി കേരളത്തിൽ വാങ്ങിക്കാനും ബാക്കിയുള്ള 10 കിലോ അരി ബാക്കി ഫാമിലിക്ക് വെസ്റ്റ് ബംഗാളിൽ നിന്ന് വാങ്ങിക്കാനുമുള്ള അവകാശം നൽകുന്നു. In 2020, during the COVID-19 pandemic, the center set the implementation of One Nation, One Ration Card as a precondition for additional borrowing by states. Non-NFSA card holders are not covered under One Nation, One Ration Card. അപ്പോൾ ഏതൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നോൺ NFSA റേഷൻ കാർഡ് ഹോൾഡേഴ്സ് ആർ ഓൾസോ കവേർഡ് അണ്ടർ വൺ നേഷൻ വൺ റേഷൻ കാർഡ്. അത് തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഓപ്ഷൻ എ, statement number 1 and 2 are correct. Consider the following statements. The Constitution of India provides for 3 sessions of Parliament in a year. ഒരു പാർലമെന്റ് അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ 3 തരത്തിലുള്ള അല്ലെങ്കിൽ 3 സെഷൻസിനെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. 2, it is mandatory to convene എന്ന് പറഞ്ഞാൽ എന്താണ്, വിളിച്ചു ചേർക്കുക, the parliament at least twice a year. Cabinet Committee on Parliamentary Affairs has no role in convening the sessions 4 of the Indian Parliament. ഇതിൽ ഏതൊക്കെയാണ് സ്റ്റേറ്റ്മെന്റുകളാണ് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ എന്നുള്ളതാണ് ചോദിക്കുന്നത്. 1, as per the Constitution of India, it is mandatory to convene at least 2 sessions per year. 2 സെഷൻസ് നടത്തണമെന്നേ പറയുന്നുള്ളൂ. അല്ലെങ്കിൽ ഏതൊക്കെ സെഷൻസ് ആണ് എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നില്ല. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അതായത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. In practice, the Cabinet Committee on Parliamentary Affairs, comprising senior minister, decides on the dates of Parliament sitting, and it is then conveyed to the President. President from time to time summons each House of Parliament to meet. The Constitution of India does not provide for 3 sessions of Parliament in a year. However, by convention, the Indian Parliament conducts 3 sessions each year. The budget session, February to May, monsoon session, July to September, and winter session, November to December. BMW session in ഓർത്താമതി, ബജറ്റ്, മൺസൂൺ ആൻഡ് വിന്റർ സെഷൻ. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റെന്ന് നോക്കാം. 1, Constitution of India provides for 3 sessions. അങ്ങനെ ഒരു സാധ്യതയില്ല. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. It is mandatory to convene the Parliament at least twice a year. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. The Cabinet Committee on Parliament Affairs has no role in convening the sessions of the Indian Parliament. അതും തെറ്റാണ്. കാരണം എന്താണ്, പാർലമെന്ററി കമ്മിറ്റി, Cabinet Committee on Parliamentary Affairs, senior ministers decides on date of Parliament sitting. അതായത് ഒരു പാർലമെന്ററി അഫയേഴ്സ് കമ്മിറ്റി, പാർലമെന്ററി അഫയേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാബിനറ്റ് കമ്മിറ്റി ഉണ്ടാവും, സീനിയർ മിനിസ്റ്റേഴ്സിന്റെ. ക്യാബിനറ്റ് അല്ലെങ്കിൽ ക്യാബിനറ്റ് കമ്മിറ്റി എന്ത് ചെയ്യും, ഇതിന്റെ ഡേറ്റുകൾ രാഷ്ട്രപതിക്ക് അറിയിക്കും. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ വിൽ സമ്മൺ the parliamentary sessions as well. അപ്പോൾ പാർലമെന്ററി അല്ലെങ്കിൽ ക്യാബിനറ്റ് കമ്മിറ്റിക്ക് ഒരു ആക്റ്റീവ് റോൾ എവിടെയുണ്ട്, ഈ ഒരു സെഷൻസിലുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഈ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതൊക്കെയാണ്? 1 and 3 only. ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കാരണം എന്താണ്, ഈ 2 സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് തെറ്റ് എന്നാണ് ഈ ചോദ്യത്തിൽ വന്നിരിക്കുന്നത്. Consider the following statements. India is yet to ratify 1987 the UN Convention Against Torture and Other Cruel, Inhuman or Degrading Treatment or Punishment. The Mendes Principles aims to provide cohesive blueprint of practical measures to replace torture and coercive interrogation. Both option C ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്രിലിംസ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. Have a great day. Thank you for being with us.